അനുഗ്രഹമേകണേ ലില്ലിപ്പൂ ചൂടിയ തൃക്കൈകളാ സ്നേഹമുള്ളവരെ, അമലനഗർ സെൻറ്റ് ജോസഫ് ഇടവക അതിൻ്റെ ആരംഭം 2006-ലാണ്. 2006-ൽ ഈ അമലനഗർ പ്രദേശത്ത് സ്ഥലം മേടിക്കുകയും റെയിൽവേ ലൈനോട് ചേർന്നുള്ള സ്ഥലത്ത് ഒരു ഹാൾ പണിയുകയും ചെയ്തു. അവിടെ വിശുദ്ധ യൗസേ പിതാവിൻ്റെ നാമധേയത്തിൽ ഒരു ദേവാലയം ആരംഭിച്ചു. തുടർന്ന് 2013-ൽ അത് ക്വാസി പാരിഷായും 2015-ൽ ഇടവക ദേവാലയമായിട്ട് അത് ഉയർത്തപ്പെട്ടു. അതേ തുടർന്ന് ഒരു പുതിയ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഒരു പുതിയ സ്ഥലം മേടിക്കുകയും വെറും 10 മാസം കൊണ്ട് മനോഹരമായ ഈ ദേവാലയം പണി തീർക്കുകയും ചെയ്തു. ഈ ദേവാലയ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഡെയ്സനച്ചനും ഇടവകാംഗങ്ങളും ഈ ഇടവകയെ കാണുമ്പോൾ ഇടവകയെക്കുറിച്ച് പറയുന്നത് ഇത് യൗസേ പിതാവിൻ്റെ മധ്യസ്ഥതയിലുള്ള വലിയ അത്ഭുതത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ്. കാരണം ഇതിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടങ്ങളിലും വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥവും സംരക്ഷണവും വളരെയധികം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് മുൻ വികാരിയച്ഛനും ഇവിടുത്തെ ഇടവകാംഗങ്ങളും. ഈ അമലനഗർ പ്രദേശം കത്തോലിക്കര് മാത്രമല്ല, മറ്റുള്ള മതസ്ഥരുമുണ്ട്. മറ്റുള്ള മതസ്ഥരും ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടവക ഒരു അത്ഭുതത്തിൻ്റെ ഉറവിടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അമല ആശുപത്രിയിലേക്ക് ചികിത്സാർത്ഥം വരുന്ന രോഗികളും അവരെ സഹായിക്കാൻ വരുന്ന വ്യക്തികളൊക്കെ അവർക്ക് ലഭിക്കുന്ന സമയത്ത് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു, അവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. ആ നിയോഗങ്ങൾക്ക് അവർക്ക് ഉത്തരം കിട്ടുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ചാക്കോ കൊള്ളന്നൂർ. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് 9 മാസമായപ്പോൾ ഗർഭിണിയാകാതെ വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ നിർദ്ദേശിച്ചു 4 വർഷം തുടർച്ചയായി മരുന്ന് കഴിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാവൂ എന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ വിശുദ്ധ പിതാവിൻ്റെ പ്രതിസന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ ഞാനും എൻ്റെ മകളും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 11-ാം മാസത്തിൽ എൻ്റെ മകൾ ഗർഭിണിയാവുകയും അതിനെ തുടർന്ന് പ്രസവിക്കുന്നതിനായി അമലയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഗർഭപാത്രം 7 സെൻറ്റിമീറ്റർ മാത്രമേ വികസിച്ചിട്ടുള്ളൂ, 10 സെൻറ്റിമീറ്റർ വികസിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. അതിൻ്റെ പേരിൽ ഓപ്പറേഷൻ നടക്കാനായിട്ട് പോവുകയാണ്, പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഞാൻ ഉടനെ ഞങ്ങളുടെ വികാരി അച്ഛനായ ഡെയ്സൺ അച്ഛനോട് പറയുകയും ഡെയ്സൺ അച്ഛനും ഞാനും പ്രതിസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് 2 കരങ്ങളും വരുത്തി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ 3-ാം രഹസ്യം ആകുമ്പോഴേക്കും എൻ്റെ മകൾ പ്രസവിക്കുകയും ഉടനെ തന്നെ ഡോക്ടർ ഞങ്ങളെ വിളിച്ച് പറയുകയും ചെയ്തു. അത്ഭുതകരമായ ഇത്രയും നന്മ ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ ഔസപിതാവിനെ കാണിക്കുകയായി ആ മകനെ കൊണ്ട് ഒരു വള ഉണ്ണീശോയ്ക്ക് ഇടുകയും ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ സ്മരണ ഞങ്ങൾ നിലനിർത്തുകയും ചെയ്യും. ആവിലായിലെ അമ്മ ത്രേസ്യ പറയുന്ന പോലെ വിശുദ്ധ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അതിന് ഉത്തരരുളും. ഈ ഇടവകജനത്തിൻ്റെയും ഇവിടുത്തെ നാനാജാതി മതസ്ഥരുടെയും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്നുള്ള ബോധ്യമാണ്. 2015 എറണാകുളത്ത് വെച്ച് ഞാൻ CIMA എന്നൊരു കോഴ്സ് പഠിക്കുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ഞാനും എൻ്റെ കൂട്ടുകാരും പട്ടാമ്പി വാണിയംകുളത്തേക്ക് പോകാറുന്നു. അങ്ങനെ പോണ വഴിയിൽ വാണിയംകുളത്ത് വെച്ച് എനിക്കും കൂട്ടുകാർക്കും ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി, കാലും ലോറിയും തമ്മിൽ. അപ്പോൾ ഇടിയുടെ ആഘാതത്തിൽ ബാക്ക് സീറ്റിലിരിക്കുന്ന ഞാനും എൻ്റെ കൂട്ടുകാരും പുറത്തേക്ക് തെറിച്ച് വീഴുകയും എനിക്ക് അഗാധമായ പരിക്കേൽക്കുകയും എൻ്റെ തലയ്ക്ക് അഗാധമായ പരിക്കേറ്റുകയും ചെയ്തു. അപ്പോൾ അവിടെ കണ്ടിരുന്ന നാട്ടുകാർ എന്നെ അവിടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലായ PK ദാസ് ഹോസ്പിറ്റലിലേക്ക് എന്നെ എത്തിച്ചു. അപ്പോൾ ബാക്കി ഉണ്ടാകുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ, അതിൽ ഫ്രണ്ട് സീറ്റിൽ ഓടിച്ച കൂട്ടുകാരനല്ല, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന കൂട്ടുകാരനെ എനിക്ക് ആക്സിഡൻറ്റിൽ എനിക്ക് നഷ്ടപ്പെട്ടു. പിന്നെ ഗുരുതരമായിട്ടുള്ള പരിക്ക് എനിക്കായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു,
ഒരു ഡിഫ്യൂസ് ഇഞ്ചുറിയാണ്. പുറമേ പരിക്കുകളൊന്നും ഇല്ലെങ്കിലും തലയുടെ ഉള്ളിൽ തലയുടെ ബ്രെയിനിൽ ചെറിയ ചെറിയ പരിക്കുകളായിട്ട് ഒരു ഡിഫ്യൂസ് ഇഞ്ചുറിയാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. ഒരു ജീവിച്ചിരിക്കാൻ തന്നെ ഒരു 5% സാധ്യതയുള്ളതെന്ന് ഡോക്ടർമാർ തറപ്പിച്ച് പറഞ്ഞു. ഇപ്പം ജീവിച്ചാൽ തന്നെ ഒരു ഭാഗം തളർന്ന് ഇടതേ ഭാഗത്തിന് ചലനശേഷി ഇല്ലാതെ ഇടതേ ഭാഗത്താണ് എനിക്ക് ഇടിച്ചിരുന്നത്. തലയോട്ടി അവിടെ പൊട്ടിയിട്ട് കണ്ണിലേക്ക് പോകുന്ന ഞരമ്പുകൾക്ക് ക്ഷതം പറ്റിയിരുന്നു. അപ്പോൾ കണ്ണിന് കാഴ്ച ഉണ്ടാവില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നും ഒരു ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാനും ഒന്ന് ബോധം വരാനും തന്നെ ചിലപ്പോൾ ഒരു 7 മാസം 9 മാസം 9 കൊല്ലം അങ്ങനെയാണ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു കാലയളവ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവിടുത്തെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ഡേസൻ മുണ്ടോപ്പുറ അച്ഛൻ എൻ്റെ അവിടെ വന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് രോഗിലേപനം നൽകി. എന്നിട്ട് എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ഈ ഞായറാഴ്ചയ്ക്ക് മുമ്പായി, ഈ സംഭവം നടന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു, ആ പിറ്റേ ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ട് എന്തെങ്കിലും ഒരു മാറ്റം എനിക്ക് ഉണ്ടാവുമെന്നാണ് ഡേസൻ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ ആ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥന, വിശുദ്ധ ഔസേപ്പിതാവിനോടും പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് ആ ഞായറാഴ്ചയ്ക്ക് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ കണ്ണുകൾ തുറന്നു. അങ്ങനെ അച്ഛൻ ഇടവക ദേവാലയത്തിൽ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ ഇടവക ജനത്തെ വിളിച്ചു കൂട്ടി പിതാപാതയിലും ഔസേപ്പിതാവിൻ്റെ പിതാപാതയിലും ലതീഞ്ഞിലും നൊവേലും എനിക്ക് വേണ്ടി ശക്തമായിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പതിയെ ഒരു 10 ദിവസം അവിടെ വാർഡിൽ നിന്നും മാറ്റിയിട്ട് എന്നെ ഡിസ്ചാർജ് ചെയ്തു. എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ വീൽ ചെയറിലാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. വീൽ ചെയറിൽ വന്നപ്പോൾ ഇവിടുത്തെ വികാരിയായിരുന്ന ഡേസൻ മുണ്ടോപ്പുറ അച്ഛൻ എനിക്ക് ഞായറാഴ്ചകളിൽ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അവസരവും വിശുദ്ധ കുർബാന കാണാനുള്ള അവസരം എനിക്ക് ഒരുക്കി തന്നു. അതുപോലെ തന്നെ എനിക്ക് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പിതാപാതയിലും ലതീഞ്ഞിലും നൊവേനയിലും ഒക്കെ എന്നെ ഞാൻ അൾത്താരയുടെ ബാക്കിൽ നിന്നിട്ടാണ്, സംഗീതത്തിൽ നിന്നിട്ടാണ് ഞാൻ വിശുദ്ധ കുർബാന കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ ജീവനിലേക്ക് എന്നെ പിടിച്ചുയർത്തിയ എൻ്റെ സർവശക്തനായ ദൈവത്തോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയണം. പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ ഔസേപ്പിതാവിനോടും പരിശുദ്ധ കന്യകാമറിയത്തോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ ഔസേപ്പിതാവിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കപ്പെട്ട ദിനം ബുധനാഴ്ചകളിലാണ്. ബുധനാഴ്ച രാവിലെയും വൈകിട്ടും തിരുക്കർമ്മങ്ങളും വിശുദ്ധ കുർബാനയുണ്ട്. പ്രത്യേകിച്ച് ബുധനാഴ്ചകളിൽ വൈകിട്ട് ലതീഞ്ഞും നൊവേനയും പിതാപാതയും പ്രത്യേകമായിട്ട് വിശുദ്ധ കുർബാനയോടക്ക് മുമ്പായിട്ടുണ്ട്. വളരെയധികം ആളുകൾ അതിൽ പങ്കെടുത്ത് വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. ജീവിതം ധന്യമാക്കിയ താരൻ ജയദീപമായി പിറന്ന ജീവനാഥന്റെ ഭൗമിക താതൻ ജനജൽപരങ്ങൾ ചെവികൊണ്ടതെല്ലാം ജയമേറ്റ് വാങ്ങാൻ സഹിച്ചു തന്റെ ദൗത്യങ്ങൾ പൂർത്തീകരിച്ചു. പ്രാരംഭ പ്രാർത്ഥന. ജോസഫിൻ്റെ അടുക്കലേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ഇന്ന് കഷ്ടതകളിലും ക്ഷാമത്തിലും തകർച്ചകളിലും പൂർവ്വ യൗസേപ്പിനെ കുറിച്ച് പറയപ്പെട്ടതുപോലെ വ്യക്തിജീവിതവും കുടുംബങ്ങളും തിരുസഭയും ലോകവും ഇന്ന് നേരിടുന്ന തകർച്ചകളിൽ ആശ്വാസവും സങ്കേതവും തേടി ഈശോയെ അങ്ങയുടെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. ആ പുണ്യപിതാവിൻ്റെ പാതയിൽ ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ അഭിഷേകവും അനുഗ്രഹവും ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഉണ്ണിയേശുവിനെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ. ചന്ദ്രനിലാവിൻ
ചഞ്ചലമാനസനായി തന്റെ ദാമ്പത്യം ദൗർഭാഗ്യമെന്ന് അലയാഴി പോലുള്ള മായി ആത്മരോദനം വാനോളമായി ദൈവത്തിൻ ദൂതൻ സ്വപ്നത്തിൽ വന്ന സന്ദേഹമെല്ലാം അകറ്റി അചഞ്ചല വിശ്വസ്തനാക്കി. ഒന്നാം പാത വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ സംശയവും സ്വപ്നവും. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. അങ്ങേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുക്കുമാരന്റെ പക്കൽ പ്രാർത്ഥിക്കണമേ. ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു. അവർ സഹവസിക്കും മുൻപ് മറിയം ഗർഭിണിയാണെന്ന വാർത്ത യൗസേപ്പിനെ അസ്വസ്ഥനാക്കുന്നു. നീതിമാനായ യൗസേപ്പ് മറിയത്തിന്റെ മാന്യത വിലമതിക്കുന്നു. രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. സ്വപ്ന ദർശനത്തിലൂടെ കർത്താവിൻ്റെ ദൂതൻ യൗസേപ്പിനോട് സംസാരിക്കുന്നു. വീണ്ടും ഒരു മംഗളവാർത്തയുടെ ആനന്ദം. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചത് യൗസേപ്പ് അനുസരിക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ദൈവഹിതത്തിന് മുൻപിൽ പരിശുദ്ധ അമ്മയെപ്പോലെ അങ്ങും സ്വയം സമർപ്പണം ചെയ്തുവല്ലോ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവഹിതം തിരിച്ചറിഞ്ഞ് സമർപ്പണം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഈശോയിൽ നിന്നും വാങ്ങിത്തരണമേ. പ്രത്യേകമായി ദാമ്പത്യ ബന്ധങ്ങളുടെ വിശുദ്ധീകരണത്തിനും വേർപിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികൾ രമിതപ്പെടുന്നതിനും അങ്ങ് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഉണ്ണിയേശുവിനെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ. വിശ്വം ചമച്ചൊരു നാഥൻ, സർവസമ്പന്ന രാജകുമാരൻ, ദാസന്റെ രൂപം ചമഞ്ഞു പിള്ളക്കച്ചകളാലേ പൊതിഞ്ഞ് സത്രവുമന്ന് അവരെ ത്യജിക്കെ യൗസേപ്പ് പിതാവിൻ പ്രയത്നം സ്വർഗതാതന്റെ ഹിതം പൂർണ്ണമാക്കി. രണ്ടാം പാത രക്ഷകന്റെ ജനനത്തിൽ ബെത്ലഹേമിലെ ദാരിദ്ര്യം മറക്കുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവ്. വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. അങ്ങേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുക്കുമാരന്റെ പക്കൽ പ്രാർത്ഥിക്കണമേ. നസ്രത്തിൽ നിന്ന് ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യയുമായി നടന്നു നീങ്ങുന്ന യൗസേപ്പ് മറിയത്തിന് പ്രസവ സമയമെടുത്തു. തലചായ്ക്കാൻ ഇടമില്ലാത്ത അവസ്ഥ. സത്രപാലകർ കൈവിട്ടു. ഒടുവിലത ഒരു കാലിത്തൊഴുത്തിൽ അഭയം. മണ്ണിൽ വിണ്ണിലെ പ്രഭ വിതറി ലോകരക്ഷകന്റെ ജനനം. മാലാഖമാരുടെ സംഗീതം, ആട്ടിടയന്മാരുടെ ആഹ്ലാദാരവം. രക്ഷകന്റെ പിറവിയിൽ ദാരിദ്ര്യത്തിൻ്റെ ദുഃഖം മറയുന്നു. ഹൃദയത്തിൽ ദൈവസ്തുതി ഗീതങ്ങൾ നിറയുന്നു. ദാരിദ്ര്യത്തിൻ്റെ ദുഃഖവും പാർപ്പിടമില്ലാത്തതിൻ്റെ വേദനയും അനുഭവിച്ചെറിഞ്ഞ വിശുദ്ധ യൗസേപ്പ് പിതാവേ, സാമ്പത്തിക തകർച്ചകളിലും കടബാധ്യതകളിലും ദാരിദ്ര്യത്തിലും ഭവനരാഹിത്യത്തിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ യേശുവിൽ സമാധാനം കണ്ടെത്തുവാനും യേശുവിൻ്റെ കൃപയാൽ വിമോചിതരാകുവാനും അങ്ങ് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഉണ്ണിയേശുവിനെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ. ഈജിപ്തിലേക്കൊരു യാത്ര, ജീവൻ മരണത്തിൻ പോരാട്ടയാത്ര, വിജയം വരിക്കേണ്ട യാത്ര, ദൈവവചനങ്ങൾ നിറവേറും യാത്ര, ദുഷ്ടത മുരളുന്ന ബിംബം തകർക്കാൻ ദൈവത്തിൻ തണലുള്ള യാത്ര, ദൈവമനുവദിച്ചരുളിയ യാത്ര. മൂന്നാം പാത. പരിശുദ്ധ കന്യാമറിയവും ഉണ്ണിയേശുവുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന വിശുദ്ധ യൗസേ പിതാവ്. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. അങ്ങേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുകുമാരന്റെ പക്കൽ പ്രാർത്ഥിക്കണമേ. വീണ്ടും ഒരു സ്വപ്നം. ദൈവദൂതന്റെ വാക്കുകൾ. ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതുപോലെ ദൈവപിതാവിൻ്റെ സംരക്ഷണ കരവുമായി ഹെറോദോസിൻ്റെ വധശ്രമത്തിൽ നിന്നും യേശുവിനെ സംരക്ഷിക്കുന്നതിനുള്ള യാത്ര. കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും എന്ന് യെശയ്യാ പ്രവാചകന്റെ വാക്കുകളുടെ പൂർത്തീകരണം. ഉണ്ണിയേശുവിൻ്റെ സംരക്ഷകനായ വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ അങ്ങയുടെ സംരക്ഷണത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗപീഠകളിലും മാനസിക അസ്വസ്ഥതകളിലും കഴിയുന്ന ഞങ്ങളുടെ മക്കൾ സൗഖ്യം പ്രാപിക്കുവാനും വിദ്യാർത്ഥികൾ വിജയകരമായി പഠിക്കുന്നതിനും ആപത്തുകളിലും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിതരാകുന്നതിനും അങ്ങ് പ്രിയ പുത്രനോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഉണ്ണിയേശുവിനെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ. ഈജിപ്ത് വിട്ടൊരു യാത്ര, ഇസ്രായേലിലേക്കുള്ള യാത്ര, ഭൂതകാലത്തിൻ്റെ സ്മൃതികൾ മനം ആശങ്കാപൂരിതമാക്കി. എങ്കിലും താതൻ മറിയത്തോടൊപ്പം നസ്രായനൊത്തു വസിച്ചു. തിരുകുടുംബമായി നസ്രത്തിൽ വാഴും. നാലാം പാത. ഈജിപ്തിൽ നിന്നുള്ള മടക്കയാത്രയും നസ്രത്തിലെ തിരുക്കുടുംബത്തിന്റെ പാലനവും. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. അങ്ങേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുകുമാരന്റെ പക്കൽ പ്രാർത്ഥിക്കണമേ. ആശങ്കകളോടെ ഒരു മടക്കയാത്ര. ഹെറോദസിന്റെ മകൻ യൂദയ ഭരിക്കുന്നുവെന്ന വാർത്ത ഉണർത്തിയ ഭയം. എങ്കിലും ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളോട് പ്രത്യുത്തരിച്ചുകൊണ്ട് അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുമെന്ന പ്രവചനം പൂർത്തിയാക്കുവാൻ
ഉപകരണമാകുന്ന വിശുദ്ധ യൗസേ പിതാവ് നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ നായകനായും പാലകനായും നസ്രായനൊപ്പം വസിക്കുന്നു. ലോകം മുഴുവനും മാതൃകയായ തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങളുടെ എല്ലാ കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും ഉത്തമ കുടുംബപാലകരാകുന്നതിനും അങ്ങ് പ്രാർത്ഥിക്കണമേ. രോഗങ്ങളാലും പ്രായാധിക്യത്താലും കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾക്ക് അങ്ങ് തുണയായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഉണ്ണിയേശുവിനെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ. ദൈവത്തിൻ സുതനാണെന്നാലും അവൻ നിയമത്തിൻ കീഴിൽ വരുവാൻ പരിച്ഛേദനത്തിൻ്റെ സഹനം അത് ശുദ്ധീകരണത്തിൻ ഫലനം. ലിഖിത പ്രകാരം ജെറുസലേമിൽ വച്ച് ദൂതൻ പറഞ്ഞ പോൽ ചെയ്തു. യേശുവിനുള്ള നാമം കൊടുത്തു. അഞ്ചാം പാദ യേശുവിൻ്റെ പരിച്ഛേദനത്തിനും നാമകരണത്തിനും സാക്ഷ്യം വഹിക്കുന്ന വിശുദ്ധ യൗസേ പിതാവ്. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. അങ്ങേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുക്കുമാരന്റെ പക്കൽ പ്രാർത്ഥിക്കണമേ. കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുന്ന വിശുദ്ധ യൗസേ പിതാവ്, യേശുവിൻ്റെ ആദ്യ രക്തം ചിന്തലിൻ്റെ ദൃക്സാക്ഷി, ദൈവപുത്രനെ പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ആധികാരികമായി യേശു എന്ന നാമം നൽകുവാൻ പിതാവായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പുണ്യപിതാവ്, യേശുവിൻ്റെ പരിച്ഛേദനത്തിനും നാമകരണത്തിനും സാക്ഷ്യം വഹിച്ച വിശുദ്ധ യൗസേ പിതാവേ, യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപക്കറ കഴുകിക്കളയുവാനും യേശുവിൻ്റെ തിരുനാമശക്തിയാൽ ഞങ്ങൾ രോഗസൗഖ്യം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഉണ്ണിയേശുവിനെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ. ജെറുസലേം ദേവാലയത്തിൽ അന്ന് മുഴങ്ങിയൊരാത്മീയനാദം, നിന്ദ്രത്തിലൊരു വാൾ കടക്കും ശിമയോന്റെ പ്രവചന ശബ്ദം. ജാതികൾക്കിവനോ വെളിപാടിൻ ദീപം, അവിടുത്തെ ജനതയായുള്ള ഇസ്രായേലിനു മഹിമയുമാകും. ആറാം പാദ ശിമിയോന്റെ പ്രവചനം അത്ഭുതത്തോടെ ശ്രവിക്കുന്ന വിശുദ്ധ യൗസേ പിതാവ്. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു.
അങ്ങേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുക്കുമാരന്റെ പക്കൽ പ്രാർത്ഥിക്കണമേ. സകല ജനതകൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ തൻ്റെ കണ്ണുകൾ കൊണ്ട് ദർശിച്ച ശിമിയോന്റെ പ്രവചനം കേട്ടപ്പോൾ ദൈവം തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തവും അത് നിറവേറ്റുവാൻ സഹിച്ച ത്യാഗങ്ങളും ഏറെ വിലയുള്ളതാണെന്ന് തിരിച്ചറിയുന്ന അത്ഭുത നിമിഷങ്ങൾ. വിജയാദിയർക്ക് പ്രകാശവും ഇസ്രായേലിന് മഹിമയുമായവനെ നിറഞ്ഞ ഹൃദയവുമായി നോക്കി നിൽക്കുന്ന വിശുദ്ധ യൗസേ പിതാവ്, രക്ഷകന്റെ വളർത്തുപിതാവാകാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ യൗസേ പിതാവേ, യേശുവിനെ അറിയാത്ത സകലരും അവിടുത്തെ അറിയുന്നതിനും അറിഞ്ഞവർ മാനസാന്തരപ്പെടുന്നതിനും പ്രത്യേകമായി തിരുസഭയിൽ നിന്നും അകന്നുപോയവർ തിരികെ വരുന്നതിനും അങ്ങ് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഉണ്ണി യേശുവിനെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ. മകനെ കാണാതലഞ്ഞു പാവം മാതാപിതാക്കൾ വലഞ്ഞു, മനമാകെ അലയാഴിയായി ഉലയിൽ വീണൊരു ഗുരുവായി മാറി. 3 നാൾ പിന്നിട്ട് ദേവാലയത്തിൻ്റെ മകനെയവർ കണ്ടുമുട്ടി, അവനവർക്കു വിധേയനുമായി. ഏഴാം പാദ ബാലകനായ യേശുവിനെ നഷ്ടപ്പെട്ടതിൻ്റെ നൊമ്പരവും കണ്ടെത്തുന്നതിൻ്റെ ആനന്ദവും. വിശുദ്ധ യൗസേ പിതാവേ, ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. അങ്ങേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും തിരുക്കുമാരന്റെ പക്കൽ പ്രാർത്ഥിക്കണമേ. ജെറൂസലേം തിരുനാളിന് ശേഷമുള്ള മടക്കയാത്ര. ബാലനായ യേശു യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് നടന്നു നീങ്ങുന്ന യൗസേപ്പും മറിയവും. യേശുവിനെ കാണായികയാൽ ഉത്കണ്ഠാകുലരാകുന്ന മാതാപിതാക്കളുടെ നൊമ്പരം. 3 ദിവസങ്ങൾക്കു ശേഷം ദേവാലയത്തിൽ യേശുവിനെ കണ്ടെത്തുമ്പോൾ വിസ്മയവും ആനന്ദവും. തുടർന്ന് അവർക്ക് വിധേയനായി ജീവിക്കുന്ന യേശു. പ്രായത്തോടൊപ്പം ജ്ഞാനത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുൻപിൽ പ്രീതിയിലും യേശു വളർന്നതിൽ യൗസേ പിതാവ് പങ്കാളിയായി. യേശുവിനെ നഷ്ടമായപ്പോൾ ഉത്കണ്ഠയോടെ അന്വേഷിച്ച വിശുദ്ധ യൗസേ പിതാവേ, ലോകസുഖങ്ങൾക്ക് പുറകെ പോയി പലവിധ അടിമത്തങ്ങളിൽ കഴിയുന്ന സകല യുവജനങ്ങളും ആസക്തികളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി വിശ്വാസാനുഭവത്തിലേക്ക് തിരിച്ചു വരുവാനായി അങ്ങ് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ യൗസേ പിതാവേ, ഉണ്ണി യേശുവിനെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും സംരക്ഷിക്കണമേ. സ്തുതികൾക്കു യോഗ്യൻ ഭൂവിൽ വിശ്വാസ ജനതയ്ക്കു താതൻ, ബഹുകോടി ജനതകൾക്കേറ്റം നന്മ
സമാപന പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ്റെ വളർത്തുപിതാവും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വല്ലഭനുമാകുവാൻ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ തിരഞ്ഞെടുത്തതിലൂടെ അവിടുത്തെ അവർണ്ണനീയമായ പരിപാലനം അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനും തൊഴിലാളികളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ തൊഴിലിനെയും തൊഴിൽ മേഖലകളെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധൻ്റെ പുണ്യപാതകൾ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ അനുദിനം വിശുദ്ധീകരിക്കുകയും നിത്യസൗഭാഗ്യത്തിൽ ചേർക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ. ബാലകനേശുവിൻ പാലകനായി